friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞു ബേബീസിന്റെ അമ്മമാർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു മാസം വരെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായും ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ചെയ്യിക്കുക. അതിനുശേഷം നമുക്ക് കുറുക്കുകൾ കൊടുത്തു തുടങ്ങാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക, എന്ത് കുറുക്ക കൊടുക്കുക, അങ്ങനെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും. വീഡിയോയിൽ ഞാൻ 3 തരത്തിലുള്ള കുറുക്കുകളാണ് പരിചയപ്പെടുത്താൻ പോണത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ പനക്കൽക്കണ്ട എന്ന് പറയുന്ന, അപ്പോൾ ഞാൻ അടിയിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഈ കൽക്കണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ നമ്മുടെ കുറുക്ക് എന്ന് പറയുന്നത് കായപ്പൊടി കുറുക്കാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺകലത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പനങ്കൽക്കണ്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശർക്കര ഉപയോഗിക്കുകയാണ്. അത് ശർക്കര ഒരു ഏകദേശം മധുരം, കുട്ടികൾക്ക് അധികം മധുരമൊന്നും വേണ്ട. ഏകദേശം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കായപ്പൊടിയാണ്. കായ ഉണക്കി പൊടിച്ചത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതാണ് ഒഴിക്കുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസിന് വെക്കാൻ വേണ്ടിയിട്ട്. നന്നായി കുറുകി വരുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ കുറുക്ക് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ചൂടാറി കഴിഞ്ഞാൽ നമ്മളുടെ കുറുക്ക് നല്ല കണ്ടോ ഈ ഒരു രൂപത്തിലേക്ക് ആവുന്നതാണ്. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള കുറുക്കാണ്. ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അത് ഏകദേശം കുതിർന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായി അത് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പാലിൻ്റെ ഒരു കളറിലാണ് അതിൻ്റെ വെള്ളം കാണുക. നമുക്ക് ഈ വെള്ളമാണ് ആവശ്യം. ഇതിൻ്റെ ഈ നുറുക്ക് ഗോതമ്പ് ഒരു റബ്ബർ പോലെ ഉണ്ടാവുക, അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ആ വെള്ളം എടുത്ത് വെച്ചിട്ട് ബാക്കി ചണ്ടി നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർക്കുക. സ്റ്റൗവിലാണ് നമ്മൾ വെക്കണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇത് ആവുന്നതാണ്. കണ്ടോ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റാഗി കുറുക്കാണ്. 2 രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് പാലൊഴിച്ചിട്ടും ഉണ്ടാക്കാം, വെള്ളത്തിലും ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ റാഗിയിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആവുമ്പോൾ നമ്മൾ നല്ല കുറുകി വരുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. നല്ല കട്ടി വേണ്ട, കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട്. ഒന്നൊരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിക്ക് ആവുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. അത് ചൂടാറി കഴിഞ്ഞാൽ ചെറിയൊരു കട്ടി രൂപത്തിൽ ആവും. കണ്ടോ ഇതുപോലെ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനബിൾ ചെയ്തിടുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.